ടൈം ആയില്ലടാ, കുറച്ച് സമയം കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്, ശനിയാഴ്ച. അപ്പോൾ ഇന്ന് ആരോമലിന് എക്സാമാണ്. അപ്പോൾ ആരോമലിൻ്റെ എക്സാമിന് വേണ്ടി നമ്മൾ പോവുകയാണ്. ആരോമൽ ഒരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടി. ആരോമൽ ഒരു ടെൻഷൻ കൈയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആരോമലിനൊന്ന് മെൻ്റൽ സപ്പോർട്ട് ചെയ്ത് ഇന്ന് നമുക്ക് ആരോമൽ ജോലി വാങ്ങിച്ചു കിട്ടും. അങ്ങനെ നമ്മൾ ആരോമലിനെ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആരോമലിനെ എങ്ങനെയുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം. ആരോമലിന് മസാല ദോശ ഉണ്ടെങ്കിൽ എക്സാമിന് പോകുമെന്ന് പറഞ്ഞു. നമ്മൾ കുറെ കയറി ഗൈസ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ നാണം കേട്ടോ ഗൈസ്. ആരോമൽ ഇപ്പോഴേ പ്രശ്നം തുടങ്ങിയ ഗൈസ്. ആരോമൽ ടെൻഷൻ കാരണം ആരോമൽ ടൈം ആയി കണ്ടുപിടിക്കണ്ടേ. ഗൈസ് ആരോമൽ ടെൻഷൻ അടിച്ച് വിയർക്കുകയാണ് ഗൈസ്. എക്സാമിന് കട്ടി കുറവാണല്ലേ. ഗൈസ് അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സാം ഏകദേശം 11 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ആരോമൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നോക്കാം ആരോമൽ എങ്ങനെയാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വരുന്നത്. കാരണം ഈ എക്സാം ആരോമലിന് കിട്ടണത് നിർണായകമായിട്ടുള്ള എക്സാമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി നമ്മളെല്ലാവരും വന്നത്. ആരോമൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് എക്സാം എഴുതിയത്, ടെൻഷൻ അങ്ങനെ ആരോമൽ ഓവർകം ചെയ്യുന്നത്. ആരോമലിന് വേറെ പ്രശ്നമൊന്നുമില്ല. തുടക്കം ഈ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആള് വേറെ ലെവലാണ്. ആരോമൽ നല്ല സന്തോഷമല്ലേ? ആരോമൽ എന്താണ് ഹാപ്പി ആണല്ലോ. എക്സാമിനുണ്ടായിരുന്നു കിട്ടൂലേ? ഈ ചിരിച്ചോണ്ടിറങ്ങി വരൂലല്ലേ? അതെന്തായാലും കിട്ടൂല്ലേ? കുറച്ചാൾ മുമ്പ് വരെ ഞാനും ഇങ്ങനത്തെ PSC എക്സാംസിനൊക്കെ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ PSC അഡിക്ട്സ് ആണെന്നാണ് തോന്നുന്നത്. ഭയങ്കര രീതിയിൽ ഒബ്സസ്ഡ് ആണെന്ന് തോന്നുന്നു. അല്ലേ കൊല്ലത്താണ് എക്സാമിന് വന്നത്. പക്ഷെ നമ്മൾ തിരിച്ചു പോണത് പരവൂർ വഴിയാണ് വർക്കല തിരിച്ചു പോണത്. അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഇപ്പൊ പരവൂർ സ്റ്റേഷനിലെ SI ആയിട്ട് ഇപ്പൊ ചാർജ് എടുത്ത്, അതായത് ഇന്നായിരുന്നു നമ്മൾ ചാർജ് എടുത്തത്. അപ്പൊ അവനൊന്ന് കാണാൻ വേണ്ടി നമുക്ക് പോവാം. അപ്പൊ നമ്മൾ പരവൂർ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ചെറിയൊരു കേക്കല്ല ചെറിയൊരു ലഡു വാങ്ങിച്ചു. 10 ലഡു അവിടെയുള്ള പോലീസുകാരന്മാർക്കും അവനും വേണ്ടി. വല്ലോ പറ, നിന്നെ കാണാൻ വേണ്ടി ഓ എന്റെ ബഡ്ഡിയാണ്. ഒന്നും പറയൂല. ഇന്നലെ രാത്രി ജോലി ചെയ്തു. ഒടുക്കത്തെ തിരക്ക്, നിൽക്കാനിരിക്കാനും പറ്റുന്നില്ല. ഒരുമാതിരി ആൾക്കാരും ഒരു രക്ഷയുള്ള പോലെ. എറണാകുളത്ത് നിന്ന് ട്രാൻസ്ഫർ ആയി. എറണാകുളം പോലെ ഇവിടെ വിചാരിച്ച പോലെ ആൾക്കാരും ഒറ്റയ്ക്ക് സ്റ്റേഷൻ ഫുള്ള് മാനേജ് ചെയ്യണ്ട. പല ഓക്കെ ഞാൻ ലഡു വരാൻ വേണ്ടി വന്നേ. ഫ്രണ്ടിൻ്റെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് സമയം ബിസി ആവേണ്ടി വന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന ശേഷം കുറച്ച് ടൈം എടുത്തു. ഇപ്പോൾ ഏകദേശം 8 മണിയാവാൻ വേണ്ടി പോവുകയാണ്. 8 മണിക്കാണ് ഞാൻ തിരിച്ചെത്തിയത്. നമുക്കിനി 4 മണിക്കൂറാണ് ലെഫ്റ്റ് ഉള്ളത് 12 മണിയാവാൻ. ഗായ്സ് അങ്ങനെ നമ്മളെ 3ാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:30ക്കാണ് എനിക്ക് തീർക്കാൻ വേണ്ടി പറ്റിയത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം. ഇന്ന്
ഇന്ന് ജൂലൈ 18 നല്ല റഷുള്ളൊരു ദിവസമായിരുന്നു എനിക്കിന്ന്. പക്ഷേ ഞാൻ ഇന്ന് 3 ടാസ്കും ചെയ്തെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അതേപോലെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ